ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരം വെളുത്ത് ഇന്നലെ രാത്രി ഇമ്മിറ്റും പോയില്ലേ. അപ്പോൾ കുഞ്ഞിക്കുന്ന് രാവിലെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവള് അവിടുന്ന് വിളിക്കണുണ്ട്, കാക്കൂനെ വിളിക്കുന്നുണ്ട് കേട്ടോ, അവളാക്കി കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ പോട്ടെ കേട്ടോ, ഞാൻ താഴത്തേക്ക് പോവാണ്. അപ്പം അങ്ങനെ രാവിലെ തന്നെ അവൾ പോവുകയുണ്ട്. അപ്പോൾ പിന്നെ ഞാനും ഞങ്ങളിപ്പോൾ സാദിക്ക് കാക്കു മിന്നു ഞങ്ങൾ ഒറ്റക്കായിട്ടോ, വീണ്ടും ഞങ്ങൾ ഒറ്റക്കായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താട്ടോ ഞാൻ വന്നേക്ക് എളുപ്പം കുറച്ച് ചായക്കിലെ വെള്ളം വെച്ചിട്ടോ, കുട്ടികൾക്ക് വേണമെങ്കിൽ ചായ കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ടോ. അപ്പോൾ ചായ ഇവിടെ ആയി. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്കില്ല വെള്ളമൊക്കെ തിളപ്പിക്കണത്. അങ്ങനെ ദാനം മാത്രം കേട്ടോ കുറച്ച് ചായ കുടിച്ചത്. പിന്നെ ഓല അങ്ങനെ പോയിട്ടോ. ഓല 7 മണിയായപ്പോഴത്തേക്ക് കാക്കു ഇവിടെ തന്നെ എത്തി തോന്നുന്നുണ്ട് കേട്ടോ. 7:15 ആയപ്പോഴത്തേക്ക് കാക്കു ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ. ഓല് കാപ്പി പള്ളിയിൽ പോയി ഓന് തിരിച്ചു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നേരത്തെ പോവുകയാണ് കേട്ടോ. ഇത് കേട്ടോ. അപ്പം അങ്ങനെ നമുക്കിന്ന് കടി ഇതാണ്, അപ്പം കേട്ടോ. അതിനുള്ള മാവൊക്കെ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പം ചുട്ട് കേട്ടോ. ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ചായക്കുള്ളതാണ്. ചായ കുറച്ച് അതിലുണ്ട് കേട്ടോ. കുഞ്ഞിട്ടും പോയപ്പോൾ കുട്ടികൾക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെച്ചിട്ടാണ്. പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ വെച്ചിട്ടോ. തീ എടുപ്പിക്കലൊക്കെ കഴിഞ്ഞോ? ഇതൊന്ന് കത്തിക്കിട്ടിട്ട് എന്നിട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അപ്പൊക്കെ ചുരുള് തടത്തി. പിന്നെ നമുക്ക് ഇന്നുള്ളത് അപ്പത്തേക്ക് നമ്മൾ ഉള്ളിക്കൂട്ടം ഉണ്ടാക്കാൻ എഴുതിട്ടോ. കാരണം ചട്നിക്കറി മിന്നൂസിന് ഇഷ്ടമല്ല, ഇപ്പാക്ക് ഇഷ്ടമല്ല, വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം നമ്മൾ ഉള്ളിക്കൂട്ടാനാക്കാന്ന് കരുതി. അപ്പം അങ്ങനെ ഞാൻ മുറ്റൊക്കെ അടിച്ചു വാരി വന്നിട്ടോ. അപ്പോൾ ആ സമയം മിന്നൂതവിടെ അഗ്ഗം അടിച്ചു വാരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 3-4 ആൾ ഒറ്റക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ. ചോറ് തീമട്ടിട്ടില്ല കേട്ടോ, അരി ഇട്ടിട്ടില്ല, വെള്ളം വെച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ചായ കഴിഞ്ഞ് ചോദിച്ചാൽ ഇല്ല, കാക്കു കുടിച്ചിട്ടില്ല കേട്ടോ. ആൾ നീച്ച് ചോദിച്ചാൽ നീച്ച് കുഞ്ഞിനൊക്കെ കൊണ്ടുപോയാക്കി വന്ന് വീണ്ടും കിടന്നിട്ട് കേട്ടോ. പന്തലൊക്കെ കഴിഞ്ഞ് വന്ന് സമയം എത്ര മണിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനപ്പോഴത്തേക്കോ 12 മണി കഴിഞ്ഞിട്ടാണ് എന്തായാലും ഞാൻ ഉറങ്ങിക്കണം കേട്ടോ. എത്ര മണി? കാത്തിരുന്ന് ഞമ്മക്ക് തലവേദന അടിച്ചു. മൂപ്പരാൾ സുഖമായിട്ട് ഉറങ്ങണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എത്തട്ടെ നമ്മളെ ചോറ് ഇവിടെ ആയിട്ടോ. അപ്പോൾ അത് ഊറ്റി മാറ്റി വെക്കട്ടെ. നമുക്കുള്ള ബീഫ് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഏകദേശം കട്ടൊടിഞ്ഞിട്ടവർക്ക് ഉണ്ടാവും. പിന്നെ അത് കഴുകാനുള്ള പാത്രമാണ് കേട്ടോ. കാക്കു ഇപ്പോൾ ചായ ഒടിച്ച് നീച്ച് പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ശരിയാക്കാണ്ട്. എന്നിട്ട് അങ്ങനെ നമ്മളെ ബീഫ് പറയാൻ പലവകയാണ് കേട്ടോ. അപ്പോൾ അന്ന് നമുക്ക് പലവകയാണുള്ളത്. അപ്പോൾ അതിവിടെ സെറ്റായി ഇപ്പോൾ ആവട്ടെ കേട്ടോ. ചോറ് കൂറ്റൽ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് കറി വെക്കാണ്ട് ഗൈസ്. അതാ കുപ്പിന്ന് വെണ്ടക്ക കറി ആക്കാന്നല്ലേ. പ്രാവശ്യം പോയിട്ട് വിളിച്ചിട്ടല്ലോ. ഇതട്ടെ നമ്മളെ പാത്ത് തുടക്കുകയാണ് ഗൈസ്. ആള് ഞാൻ തുടക്കാൻ പറഞ്ഞു, അപ്പോൾ തുടക്കുകയാണ്. അടുക്കള വെച്ച് തുടക്കുമോ, തിണ്ടും വെച്ച് തുടക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ച് ഒക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. തുടക്കുമ്പോൾ തന്നെ ഫുള്ള് തുടക്കുക. എന്നിട്ട് മേലി അവിടെ കഴിച്ച് പണിയുണ്ട്, തിരുമ്പാനുണ്ട്, എത്ര പണിയുണ്ട് എഴുതിയിട്ടാ. അപ്പം അങ്ങനെ തുടയും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കറിക്കുള്ളത് ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കയും തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കറി. അപ്പോൾ ഞാനിതും കൂടി ആക്കട്ടെ കേട്ടോ.
അപ്പം അങ്ങനെ എല്ലാം ആയിട്ടോ. കറി ഇവിടെ കായ് ഇവിടേക്ക് വാങ്ങി എടുത്ത് വെച്ചിട്ടോ. അപ്പം ഇനി എന്താ കുളിക്കണം, തിരുമ്പണം, അങ്ങനെ എല്ലാ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ ഉച്ചക്ക് ചോറ് കഴിക്കാൻ കേട്ടോ. മിന്നു ഓൾറെഡി ആദ്യം കഴിച്ച് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കഴിച്ചാണ്. ഞാനിപ്പോൾ അവിടെ വീതനം വീട്ടിൽ നിൽക്കണേ. അത് എഴുതിയിട്ടൊന്നും പറയൊന്നും വേണ്ട. എനിക്കിഷ്ടമാണ് ഇവിടെ ഇരിക്കുന്നത്. കാക്കു അവിടെ കഴിക്കുന്നുണ്ട്, ഇപ്പം അവിടെ കഴിക്കുന്നുണ്ട്. ഞങ്ങളെ കാണാൻ പറ്റില്ല ഈ ചോറുമ എന്ത് കൂന്നോ അത്. പിന്നെ അങ്ങനെ നമുക്ക് വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ രാത്രിയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ എന്താ പറയുക, രാത്രിയാണെങ്കിൽ പിന്നെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ. ഇപ്പോഴങ്ങനെ രാത്രി ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. സെയിം ഫുഡ് തന്നെ കേട്ടോ, അല്ലാതെ നമുക്ക് വേറെ വ്യത്യസ്തമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കറി ബീഫ് പല വക ഒക്കെ ആയിട്ട് കഴിക്കുക. കാക്കു അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അവിടെ TV ഉണ്ടെങ്ങാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കുഞ്ഞിപ്പാത്ത അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അപ്പം അവിടെ ഫുഡ് കഴിക്കണുണ്ട്. സാധിക്ക് എത്തിയിട്ടില്ല കേട്ടോ, അവനെപ്പോഴത്തെ അറിയില്ല. പിന്നെ ഞാനിങ്ങോട്ട് പോകുന്നു. മിന്നു അവിടെ എത്തിയിട്ടില്ല കേട്ടോ. അവളവിടെ ഏതോ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളത് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.